മൂന്നാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്കുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന റോമർ 3:19 മുതൽ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസേനയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. അതിന്റെ 9-ാം വാക്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നെന്ന് നാം തെളിയിച്ചുവല്ലോ. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയത്തിന്റെ അടിത്തറയാണ് ഈ ഒരു കാര്യം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കാനൊന്നുമില്ല. എല്ലാവരും പാപത്തിന്റെ കീഴെയാകുന്നു, യവനനും യഹൂദനും. അല്ലെങ്കിൽ ഇന്നിപ്പം പറയുമ്പോൾ 3 കൂട്ടരുണ്ട്. യവനുണ്ട്, യഹൂദനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അപ്പോൾ ആർക്കും ദൈവസന്നിധിയിൽ ഒന്നും പ്രശംസിക്കാനില്ല. എല്ലാവരും പാപത്തിന്റെ കീഴാകുന്നു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുന്നു. പറഞ്ഞാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഞാനൊരു പാപിയാണ്, എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ അംഗീകരിക്കുന്നിടത്തിൽ നിന്നാണ് ദൈവം ഒരു പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. ന്യായപ്രമാണം ദൈവം കൊടുത്തപ്പോൾ ഉദ്ദേശിച്ച ഒരു കാര്യം, മനുഷ്യൻ അവന്റെ പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിലേക്ക് നയിക്കാനായിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. കാരണം അത് അനുസരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എസെക്കിയേൽ പ്രവചനത്തില് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പം എസെക്കിയേൽ 20:25 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 20:25 വാക്യത്തിൽ, ഞാൻ അവർക്ക് ഉള്ളരുതാത്ത ചട്ടങ്ങളും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളും കൊടുത്തു. ഈ ചട്ടങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യം മനുഷ്യനെ പാപത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് നയിക്കണമെന്നുള്ളതാണ്. അല്ലാണ്ട് അതുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല ന്യായപ്രമാണം കൊണ്ട്. ഈ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5:20 നമ്മളിങ്ങനെ വായിക്കുന്നു. റോമർ 5:20, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. അതുപോലെ തന്നെ 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു. ഒരു നാൾ വരുന്നത് പാപം അത്ര മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുസരിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു തലമെന്ന് പറയുന്നത് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വർദ്ധിച്ചു വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പം മോശയെ അയച്ച് അവരുടെ വിടുതലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം ഫറവോൻ ചെയ്തൊരു കാര്യം, അവരുടെ വേല അതികഠിനമാക്കി തീർത്തു. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ എന്താ വായിക്കുന്നത്? ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു, മടുത്തവര് എങ്ങനെയെങ്കിലും ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. എന്ന് പറഞ്ഞതുപോലെ നാമും ഈ ന്യായപ്രമാണത്തിന്റെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ വായിച്ചു വരുന്നത് അത്യന്തം പാപമായി തീരുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആറ് വിടുവിക്കും എന്നുള്ളൊരു നിലവിളി ഉണ്ടായി നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. നമ്മൾ ഗലാത്യയിലാണെന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തേണ്ടതിന് ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം ആചരിക്കാൻ ആത്മാർത്ഥത്തോടെ ശ്രമിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ആ കൽപ്പന തന്ന കർത്താവിലേക്ക് തന്നെ നമ്മൾ ചെല്ലാനായിട്ട് ഇടയായിത്തീരും. അതിന് കാരണം
നമ്മൾ ചെന്നിട്ട് പറയുന്ന കർത്താവ് എന്നെ കൊണ്ട് കഴിയുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 3-ാം വാക്യത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പാൻ എന്ന് പറഞ്ഞാൽ ഈ ജഡം കൊണ്ട് ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് കഴിയത്തില്ല, ജഡത്തിന്റെ ശക്തി കൊണ്ട്. അതിന്റെ കാരണം താഴെ പറയുന്നുണ്ട് 7-ാം വാക്യത്തിൽ, റോമർ 8:7. അതിന്റെ 2-ാമത്തെ ഭാഗത്ത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, ജഡത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നുമില്ല. അത് കീഴ്പ്പെടാൻ കഴിയുന്നില്ല. കാരണം ജഡം ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രമാണമാണെന്ന് നമുക്കത് അറിയാം. ആദ്യമായിട്ട് മനുഷ്യനെ ദൈവം ജഡമെന്ന് വിളിക്കുന്നത് ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ കേവലം ജഡമല്ലോ, അവൻ ആത്മാവും മരണത്തിന്റെ അവസ്ഥയിലായി വാക്യമല്ല അവശേഷിക്കുന്ന ദേഹിയും ദേഹവും ഉള്ളൂ. അതിനെ രണ്ടിനെയും കൂടെ ഒന്നായിട്ടാണ് ജഡമെന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രത്യേകത, അതിന് ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാൻ കഴിയത്തില്ല. അപ്പൊ ദൈവ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ചൊരു കാര്യം അത് തന്നെയായിരുന്നു. പാപബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കുക, അല്ലെ പാപത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് 20-ാം വാക്യം നമ്മൾ വായിച്ചത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതിരിക്കപ്പെടത്തില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ പാപിയാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് അത് നമ്മളെ നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. തുടർന്ന് 21 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. റോമർ 8:3 നമ്മളതാ വായിച്ചത്. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിനും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഈ ജഡത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള ശക്തി നഷ്ടപ്പെട്ട്, നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല നമ്മൾ മനസ്സിലായി നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പോഴാണ് ആ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മുടെ ഉള്ളിൽ നിവൃത്തിയാണ്. അതിന്റെ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം എന്ത് ആഗ്രഹിച്ചോ ആ ഒരു തലത്തിലേക്ക് നമുക്ക് അന്നേരം മാത്രമേ എത്തിച്ചേരാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ന്യായപ്രമാണം ആചരിക്കുക വഴി അത് നമ്മളെ കൂടുതൽ നമ്മളിൽ തന്നെ ശക്തരാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ്. ഫിലിപ്പിയർ 3 അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ഈ ന്യായപ്രമാണത്തിൽ ഒരു നീതി ഉണ്ട്, അതിനെ നമ്മൾ സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അത് വായിക്കുന്നുണ്ട്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും നമ്മൾ വായിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ പുതിയ നിയമത്തെയും ഒരു ന്യായപ്രമാണം പോലെ എടുത്ത് നമുക്കത് അനുസരിക്കാൻ ശ്രമിക്കാനായിട്ട് കഴിയും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട്. അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് ബാഹ്യമായിട്ട് നല്ലൊരു ജീവിതം കിട്ടും. നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ കോപത്തെ നിയന്ത്രിക്കുന്നു, മോഹത്തെ നിയന്ത്രിക്കുന്നു, ആകാത്ത വാക്കുകളെ നിയന്ത്രിക്കുന്നു. നമ്മളൊരു വലിയ പോരാട്ടം കഴിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ബാഹ്യമായിട്ട്, ഉള്ളിലല്ല, ഉള്ളിൽ പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷെ പുറമെ കാണുന്നവർക്ക് ഒരു നല്ല ജീവിതമാണെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അത് നമ്മളിൽ തന്നെ വരുന്ന ശക്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് ആയുസ് കുറവാണ്. അത് മാത്രമല്ല ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യവുമല്ല. എപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. 21-ാം വാക്യം, ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇത് മനുഷ്യനെ ഉൾക്കൊള്ളാനായിട്ട് വലിയ വിഷമമുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്വയത്തിന്. കാരണം ഒന്നും ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്, ദൈവം എന്നെ അംഗീകരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാം ഉള്ളിലുള്ളൊരു കാര്യമാണ്. തുടർന്ന് 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ഈ ഒരു നീതിക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. തുടർന്ന് 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവേശ ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപ 24-ാം വാക്യം, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
അതുകൊണ്ടാണ് ഈ പരീശന്മാര് കർത്താവുമായിട്ട് നിരന്തരമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. അവരെ തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരും ന്യായീകരിക്കുന്നതും അവരുടെ സ്വന്തം ശക്തി കൊണ്ട് ബാഹ്യമായിട്ട് കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരുടേതായ ഒരു നീതി സ്ഥാപിക്കാനുള്ള ശ്രമം നിരന്തരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ കർത്താവ് എപ്പോഴും അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് കർത്താവിനോട് അവർക്ക് ഏറ്റവും വെറുപ്പുണ്ടാവാൻ കാരണം. അവരുടെ മുഖത്ത് നോക്കി പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ അവർ തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് എണ്ണി മറ്റുള്ളത് മുമ്പാകെ ആ ഒരു പ്രശംസ ജീവിച്ചിരുന്നവരുടെ ആ കപടഭക്തി എല്ലാം കർത്താവ് പൊളിച്ച് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവരെ പ്രകോപിപ്പിച്ചു. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിലും നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അവിടെ സ്തേഫാനോസിന്റെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിലാണ് അവിടെ സ്തേഫാനോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്ന് നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു എന്ന് പറഞ്ഞ അവരുടെ നീതിയെ ചോദ്യം ചെയ്തപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് അവരെ അസ്വസ്ഥരാക്കി തീർന്നൊരു കാര്യം. അതുപോലെ നാമും ആ ഒരു ആത്മാവിൽ ഈ ദൈവത്തിന്റെ അനുസരണത്തിൽ പോകുമ്പോൾ നമ്മുടേതായ ഒരു നീതി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ ഈ പരീശന്മാർ പ്രതികരിച്ച പോലെ തന്നെ ആയിരിക്കും നമ്മളും പ്രതികരിക്കുന്നത്. അത് ആരും തുറന്നു കാണിക്കുന്നോ ആ ആളോടുള്ള ഒരു അസ്വസ്ഥതയും വെറുപ്പും ഒക്കെ നമ്മുടെ ഉള്ളില് പുറന്നു വരുന്ന ഒരു കാര്യം, ഉയർന്നു വരുന്നൊരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. നാം സത്യസന്ധരാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞൊരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ ഈ തേജസ്സിലേക്ക് നടത്തുന്ന ഒരു പ്രക്രിയ. സുവിശേഷത്തെ കുറിച്ച് പോലും ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തേജസ്സുള്ള സുവിശേഷമാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളത് തീമോഥെയോസിലാണ് വായിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തീമോഥെയോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തില് തീമോഥെയോസ് 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി എല്ലാം സഹിക്കുന്നു. ഈ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്ന രക്ഷയെ പറഞ്ഞിരിക്കുന്നത് നിത്യ തേജസ്സോടു കൂടിയ രക്ഷ എന്നാണ്. അതുപോലെ 2 കൊരിന്ത്യർ ലേഖനത്തില് അവിടെ നമ്മളിങ്ങനെ വായിക്കും 4-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. ഇവിടെ ദൈവ സുവിശേഷത്തെ തേജസ്സുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്കറിയാം, നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. പക്ഷെ ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം ആ തേജസ്സിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരിക, അല്ല ആ ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരിക, ആന്തരികമായിട്ട് ഉള്ള ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള, പുറമേ ഉള്ളതല്ല, ആന്തരിക ഉള്ളിൽ നിന്ന് പണിയപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 15-ാമത്തെ വാക്യത്തിൽ, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവെന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവിന്റെ അതേ സ്വഭാവം വർദ്ധിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. അത് എപ്പോഴും ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുമ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവൻ ആത്മാവിന് വീണ്ടും ജനിക്കുന്നു, അവന്റെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ ആക്കി വെക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ പിന്തുടരാൻ തുടങ്ങണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മനുഷ്യന്റെ ആത്മാവ് നടക്കാൻ തുടങ്ങണം. തുടർന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹിയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മുടെ ദേഹിയെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ആത്മാവ് നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കാൻ തുടങ്ങണം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ആത്മാവ് സ്വാധീനിക്കുന്ന നമ്മുടെ ദേഹി നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഉള്ളിൽ ആരംഭിച്ച ദൈവിക തേജസ്സിന്റെ പ്രവൃത്തി നമ്മളിലൂടെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നു. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, ആരും വിളക്ക് കൊളുത്തിയിട്ട് പറയുടെ കീഴെ വെക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ ഈ ഒരു വിളക്ക് കൊളുത്തപ്പെട്ടിട്ടുണ്ട് ആത്മാവിൽ. പറയുന്ന ഉദ്ദേശിക്കുന്ന നമ്മുടെ ജഡം അല്ലെ ദേഹി അതിനെ കവർ ചെയ്ത് വെച്ചേക്കുക. അല്ലെ നമ്മളൊക്കെ പറയാറില്ലേ, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല. ആ ആഗ്രഹം വരുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നാണ്. വീണ്ടും ജനിച്ച ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ദാഹം കർത്താവിനെ എപ്പോഴും അനുസരിക്കുകയും കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുകയും കർത്താവിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കുകയും വേണമെന്നാണ്. പക്ഷെ അതിന് തടസ്സമായിട്ട് നമ്മുടെ ദേഹിയുണ്ട്, അതിന്റെ പുറത്ത് ഒരു പറ പോലെ. ആ വെളിച്ചം പുറത്തേക്ക് വരാതിരിക്കാൻ, ആ ജീവൻ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ സ്വന്തം ഇഷ്ടം ആകുന്ന ഒരു പറയുണ്ട്. എപ്പോഴാ സ്വന്തം ഇഷ്ടം തകർക്കപ്പെടുന്നോ, ആ പറ തകർക്കപ്പെടുന്നു, അന്നേരമാണ് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പറഞ്ഞപ്പം, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഭവിക്കാത്തവരും എനിക്ക് കൊള്ളാവുന്നവനല്ല. അപ്പൊ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. സ്വന്തം ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ത്യജിക്കുക എന്നുള്ളതാണ്. ഈ ക്രൂശിന്റെ ഉദ്ദേശം നമ്മുടെ ഇഷ്ടത്തെ ക്രൂശിക്കാനായിട്ട്. നമ്മൾ ഡെയിലി ദിവസം തോറും ക്രൂശെടുക്കുന്ന ഒരു ഉദ്ദേശം എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കാനായിട്ടാണ്. എല്ലാ പരീക്ഷകളിലും നമുക്ക് നമ്മുടെ ഇഷ്ടം കാണാം, ദൈവേഷ്ടം കാണാനായിട്ട് കഴിയും. ദൈവേഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിക്കണം. എൻ്റെ ഉള്ളിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കണം. അപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ എബ്രാഹിം വായിക്കുന്ന ജഡമെന്ന തിരശ്ശീല ചീന്തി എന്ന് വായിക്കുന്നത് പോലെ ഈ ഉള്ളിലിരിക്കുന്ന ജീവൻ പുറത്തേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന ആ ഒരു തിരശ്ശീല കീറപ്പെടുക ചെയ്യുന്നത്. എല്ലാ പരീക്ഷകളിലും നമുക്കിത് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഈ ദൈവിക വഴിയെ നടക്കുമ്പോൾ, അതുകൊണ്ടാണ് ഭക്തിയുടെ ലക്ഷണമായിട്ട് യാക്കോബസ്വലം പറയുന്നത്, നാവിനെ നിയന്ത്രിക്കാതെ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. എപ്പോഴും ഒന്നാമത്തെ കാര്യം നമ്മളിൽ തന്നെയാ വരിക. നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇഷ്ടത്തിൽ നിന്നായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പൊ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് അവന് തിരിച്ചറിഞ്ഞിട്ട് അവൻ മാനസാന്തരപ്പെട്ട് ആ പ്രതികരണത്തിൽ നിന്ന് പിന്മാറും. നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ആദ്യ സമയങ്ങളിൽ നമ്മൾ അറിയാതെ പ്രതികരിച്ചു. നമ്മുടെ ഇഷ്ടം പ്രതികരിക്കേണ്ടെന്നാണേലും ഏതോ ഒരു ശക്തി നമ്മളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആ സുബോധത്തിലും അനുസരണത്തിലും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അപ്പം നമ്മളിൽ നിന്ന് വരുന്ന ആ ആദ്യത്തെ പ്രതികരണത്തെ നമ്മൾ മരണത്തിന് ഏൽപ്പിക്കും. എപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രതികരണമായിരിക്കും. ഉദാഹരണം, എന്തേലും മറ്റുള്ളവരിൽ ഒരു തെറ്റ് കാണുന്ന ഉടനെ അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു താല്പര്യം നമ്മളിൽ നിന്ന് വരുന്നത് പെട്ടെന്ന് ഉയർന്നു വരുന്ന കാണാൻ കഴിയും. അപ്പൊ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, ഇഷ്ടത്തിന് മരണത്തിന് ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിനോട് ദൈവം അങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് നമുക്കും അങ്ങനെ പ്രതികരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റേ നമ്മുടെ സ്വയമായ പ്രതികരണമായിരിക്കും വരുന്നത്. കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ തിരിച്ചടിക്കുകയോ ആ നിലയിലുള്ള ഒരു പ്രതികരണമായിരിക്കും പ്രാഥമികമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നിടത്തോട് ആ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുന്നു. നമ്മൾ സാദൃശ്യവാക്യത്തിൽ വായിക്കുന്ന പോലെ, കോഷൻ തന്റെ കോപം മുഴുവൻ വെളിപ്പെടുത്തുന്ന ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു പറഞ്ഞതുപോലെ നമ്മളൊരു പോരാട്ടത്തിലാണ്. ആകാത്തൊന്നും എന്റെ വായിന്ന് വരാതിരിക്കാൻ നമ്മൾ മുന്നോട്ട് പോകും തോറും നാവിന്മേലുള്ളൊരു നിയന്ത്രണം നമുക്ക് കിട്ടുന്നു. ആത്മാവിന്റെ ഫലത്തിൽ ഒമ്പതാമതായിട്ട് പറയുന്നത് സ്വയം നിയന്ത്രണം, സെൽഫ് കൺട്രോൾ ആണ്. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
ആത്മാവിനാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഈ വഴിയിൽ മുന്നോട്ട് പോവുകയും ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ വിശ്വാസത്തിന്റെ മാർഗത്തിൽ നടക്കാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. അത് നമ്മളിലൂടെ പുറപ്പെട്ട് വന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ വായിച്ചൊരു കാര്യം 24-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. റോമർ 3 അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് കർത്താവ് ഒരിക്കലും ഉപമയെ പറഞ്ഞു, കല്യാണശാലയിൽ ശോധന ചെയ്യാൻ വന്നപ്പം ഒരാൾ മാത്രം കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുന്ന കണ്ടു. അപ്പം അവനെ പുറത്താക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ ദൈവം കൊടുക്കുന്ന ആ കാലഘട്ടത്തിലെ കുറിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്ന കല്യാണത്തിന് വരുന്നവർക്കെല്ലാവരും വിശേഷ വസ്ത്രം വിളിച്ച ആള് കൊടുക്കും. പക്ഷെ ഒരാൾ അതിനെ നിരസിച്ചിട്ട് സ്വന്തം വസ്ത്രമായിട്ട് ഉള്ളിൽ വന്നു, അവനെയാ പുറത്താക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ, അത് നമ്മുടെ സ്വന്തം നീതിയെ കുറിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നീതി എന്ന് പറഞ്ഞത് ദൈവം വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന നീതി, സൗജന്യമായി കൊടുക്കുന്ന നീതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്നതിന് അനന്തരഫലമായി നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ ദൈവം കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ച് കഴുകി ശുദ്ധീകരിച്ച ഒന്നും ഓർക്കാതെ നമ്മളെ നീതിമാനായി എണ്ണി. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ഇതുവരെയും ഒരു പാപവും ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണ് നമ്മളെ കർത്താവ് കാണുന്നത്. ഇതുവരെ ഒരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അപ്പം വിശ്വാസം നടക്കുന്ന ഒരാള് ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു 24-ാം വാക്യം അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. 25-ാം വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം, പാപത്തിന്റെ കറയേറ്റ അംഗീയമായിട്ടാണ് നമ്മൾ കർത്താവിന്റെ അടുക്ക വരുന്നത്. കർത്താവ് ക്രൂശിച്ചൊരിഞ്ഞ രക്തം ചെയ്തൊരു കാര്യം ആ കറകളെ മുഴുവൻ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് ഒരു പുതിയ കറയില്ലാത്ത നീതീകരണമാകുന്ന വസ്ത്രം നമ്മുടെ മേലെ അണിയിക്കുന്ന ഒരു പ്രക്രിയ. അത് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ, നമുക്ക് വരാൻ പോകുന്ന ഒരു അപകടം നമ്മൾ എപ്പോഴും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവരെ വിധിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പോകും. സൗജന്യമായിട്ട് കിട്ടിയ വസ്ത്രം ധരിച്ചൊരു 100 പേരൊരു സദസ്സിൽ പങ്കെടുക്കുന്നു. അവരാർക്കും തങ്ങളിൽ തന്നെ ഒരു പ്രശംസയില്ല. അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഇത് ഈ എന്നെ വിളിച്ച ആ ആൾ എനിക്ക് സൗജന്യമായി തന്നതാണ്. നമ്മൾ ദൈവഭാഗം നിൽക്കുമ്പോൾ നമുക്കൊന്നും പ്രശംസിക്കാനില്ല, എല്ലാം നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാണ്. ഇവിടെ പറയുന്നൊരു കാര്യം, നമ്മൾ സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ഒരു നീതിയുടെ വസ്ത്രം, കറയില്ലാത്ത ഒരു വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകലിന്റെ അനന്തരഫലമായി നമുക്ക് ലഭിക്കുന്ന. അന്ന് മുതൽ ദൈവം നമ്മളെ നോക്കി കാണുമ്പോൾ ഇതുവരെയും പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മളെ നോക്കി കാണുന്നത്. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമല്ല. എന്തേലും ഒന്ന് ചെയ്യാതെ സൗജന്യമായിട്ടാണെന്ന് പറയുമ്പം നമുക്കത് കൈക്കൊള്ളാൻ വളരെ വിഷമം. പക്ഷെ ആത്മാവിന് അത് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാനായിട്ട്, നമ്മുടെ ദേഹിയുടെ തലത്തിൽ അത് ഉൾക്കൊള്ളാൻ, നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് വളരെ വിഷമമാണ്. ഇവിടെ 25 പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. അപ്പൊ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ അതെല്ലാം ക്ഷമിക്കുന്ന. ഇബ്രാഹിം പറയുന്നു, ഞാൻ നിന്റെ അകൃത്യങ്ങളെ ഇനി ഓർക്കത്തില്ല, സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പഴയ നിയമകാലഘട്ടത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്ന, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളായിരുന്നു. അവരുടെ നടത്തിപ്പോന്ന യാഗം നിമിത്തം അവരുടെ പാപങ്ങൾ കവർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കവർ മാറ്റിയാൽ എപ്പോഴും അവർക്കത് കാണാനായിട്ട് കഴിയും. പക്ഷെ പുതിയത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, അത് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞിട്ട് ദൈവം അത് ഓർക്കുന്നില്ല. നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ഒന്നും ദൈവം ഓർക്കുന്നില്ലെന്നാ ദൈവത്തിന്റെ വചനം പറയാം. അപ്പൊ ദൈവം ഓർക്കാത്ത കാര്യം നമ്മൾ ഓർത്തിട്ട്
നിരാശരും ഭാരപ്പെടുന്നവരും ആകുലപ്പെടുന്നവരും അധൈര്യപ്പെടുന്നവരായി തീരേണ്ട ആവശ്യമില്ല. സാധാരണ തന്ത്രങ്ങൾ അതല്ല. നമ്മളിലേക്ക് തന്നെ നോക്കി അധൈര്യപ്പെടുത്താനുള്ള ശ്രമം നിരന്തരമായിട്ട് സാത്താൻ ചെയ്തുകൊണ്ടേയിരിക്കും. സൗജന്യമായിട്ടാണ് നമ്മളെ നീതീകരിച്ചതെങ്കിൽ മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ സൗജന്യമായിട്ടാണ് ദൈവിക സ്വഭാവവും നമുക്ക് ദൈവം തരുന്നത്. അതിനെക്കുറിച്ച് റോമാലേഖനത്തില് 5-ാമത്തെ അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണ്: ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മേൽ ഈ പാപമാണത് സ്വാഭാവികമായിട്ടായിരുന്നു. ഒരു ശ്രമവും നമ്മൾ നടത്തണ്ട പാപം ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ ഉടനെ നമ്മൾ പ്രതികരിക്കുമായിരുന്നു. നമ്മളിൽ തന്നെ വന്ന ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണം വാണ പോലെ തന്നെയാണ് ഈ ജീവനിലും വാഴുന്നത്. എങ്ങനെ മരണത്തിന് കാരണമായ പാപം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വന്നോ അതുപോലെ തന്നെ ഈ ജീവൻ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ആ നേച്ചർ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നില്ലേ, ദൈവത്തിന് ജനിച്ചതൊന്നും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ആ വിത്ത് എന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവത്തെ കുറിക്കുന്ന നേച്ചർ. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവം നമ്മുടെ നേച്ചറിലെ വ്യത്യാസം വരുത്തുന്നു, സ്വഭാവത്തിലെ വ്യത്യാസം വരുത്തുന്നത്. സ്വാഭാവികമായിട്ടാണ് നമ്മളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ആത്മാവിലുള്ള ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നത്. അതിന് നമ്മൾ ശ്രമം നടത്തേണ്ട ആവശ്യമില്ല, അല്ലെ? പാപം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമം നടത്തേണ്ടാത്തതുപോലെ തന്നെ ഈ ജീവൻ നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരാനും നമ്മൾ ഒരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. കാരണം ദൈവം തന്നെ നമ്മുടെ ആന്തരിക സ്വഭാവത്തിന്റെ നേച്ചറിൽ ഒരു വ്യത്യാസം വരുത്തുക. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ഫലം പുറപ്പെട്ടു വരുന്നത്. പാപം എങ്ങനെ പുറപ്പെട്ടു വന്നോ ആ ഒരു നേച്ചർ ദൈവം നമ്മളിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തിക്ക് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു എന്ന് നാം അറിയുന്നു. ക്രൂശിച്ചു, അത് മരിച്ചു, അടക്കപ്പെട്ടു, നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത കർത്താവിന്റെ അതേ നേച്ചറാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? കർത്താവിന്റെ ജീവനാണ് നമ്മളിലേക്ക് പകരുന്നത്. ആ ജീവനിൽ നിന്നാണ് ഈ ദൈവിക സ്വഭാവം പുറത്തേക്ക് വരേണ്ടത്. ഇത് നമുക്കൊന്ന് ഉൾക്കൊള്ളാനും കണ്ടെത്താനും ഒരു വലിയ പോരാട്ടത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം പലപ്പോഴും ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കും, അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണല്ലോ, ഒന്നും അനുസരിക്കൊന്നും വേണ്ടല്ലോ. ഈ അനുസരിക്കാനുള്ള ഒരു മനോഭാവം ദൈവം നമ്മളിൽ തരുന്നത്. ഒരിക്കലും നമ്മൾ പാപം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ തന്നെ ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആഗ്രഹമാണ് തരുന്നത്. അങ്ങനത്തെ ഒരു നേച്ചറാണ് നമുക്ക് തരുന്നത്. നമുക്ക് പാപത്തോടുള്ള ആ താല്പര്യം കുറഞ്ഞു പോവുക ചെയ്യുന്നത്, ഇല്ലാതായി തീരുക ചെയ്യുന്നത്, അല്ലെ? ഇപ്പം നമ്മളോട് ചോദിക്കുക, പാപം ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ? യഥാർത്ഥം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയോട് പാപം ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇല്ലെന്നാ, എനിക്കിനി പാപം ചെയ്യണ്ടെന്നാ പറയുക. യഥാർത്ഥ വീണ്ടും ജനനം നമ്മൾ ഉളവാക്കുന്ന അങ്ങനത്തെ ഒരു മനോഭാവമാണ് പാപത്തോടുള്ള ഒരു വെറുപ്പ്, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആഗ്രഹം. മറ്റേതങ്ങനല്ലായിരുന്നു, നമുക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹമാണ് നമ്മളിലുള്ള. ദൈവം അതിനെ നീക്കിയിട്ട് ദൈവിക ജീവൻ നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ നമുക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ടാണ്. അതിപ്പോ ഞാൻ പറയുമ്പോഴും നമ്മൾ പാപത്തിൽ വീണെന്നിരിക്കാം. പലപ്പോഴും നമ്മുടെ സുബോധക്കുറവ് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് ഒക്കെ നമ്മൾ തെന്നി വീഴുന്ന പോലെ വീഴാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ഉള്ളിൽ വീഴാതെ നടക്കണമെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ആഗ്രഹം എന്താ? വീഴരുതെന്ന്. വീഴാൻ ആഗ്രഹമുള്ള ഒറ്റ കുഞ്ഞിനെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി നടക്കാൻ താമസിക്കുന്നതിന്റെ കാരണം പോലും വീഴുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ വീഴാൻ ആഗ്രഹമില്ല. ഒരു വീണ കുഞ്ഞിനോട് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വീഴാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, വീഴാൻ നടക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ വീഴാൻ കാര്യം അവന്റെ കാലിന്റെ ബലഹീനത നിമിത്തമാണ്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലഹീനത നിമിത്തമാണ് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടം തുടങ്ങുന്നുണ്ട്, ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു പോരാട്ടം. പലപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനനായിരിക്കുന്നത് കൊണ്ടാണ്
ഈ ജഡം നമ്മളെ പലപ്പോഴും വീഴ്ച കളയുന്നത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2 പറയുന്നത്, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ഒരാൾ എന്നോട് വന്ന് പറയാന്ന് വിചാരിക്കുക, പാപം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പാപം ചെയ്യാണ്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ ഇതിനെ അന്നേരം എതിർക്കും. അവൻ പറയില്ല, ദൈവം പാപത്തെ വെറുക്കുന്നു, പാപം ചെയ്യാണ്ട് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതേസമയം പാപത്തെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടാണെന്ന് പറയുന്നെങ്കിൽ അവൻ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ ഭയങ്കര ഇഷ്ടം അത് കേൾക്കാനായിട്ട്. ഓ, അങ്ങനാണോ? യഥാർത്ഥ വീണ്ടും തന്നെ പ്രാപിച്ച വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹം പാപം ചെയ്യാതെ ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ പലപ്പോഴും എന്നെ തന്നെ ശോധന ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ വീണ്ടും ജന്മം പ്രാപിച്ച ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ താല്പര്യം പാപം ചെയ്യരുത്. രണ്ടാമത് അപ്പനെയും അമ്മയൊക്കെ അനുസരിക്കണം. അതിനു മുമ്പ് മത്സരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഇനി മത്സരിക്കത്തില്ല, അനുസരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതുപോലെ സ്ത്രീയെ നോക്കരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ജീവനാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പാപത്തെ വെറുക്കുന്ന, നീതിയെ സ്നേഹിക്കുന്ന ഒരു ജീവനാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെതിരാണ്, അത് നമുക്കറിയാം. 1 പത്രോസ് 2:11 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ ഇച്ഛ മുഴുവൻ ജഡത്തിനെതിരാണ്. നമ്മളത് ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും വിരോധമാണ്. അപ്പൊ ഈ ആത്മാവിന്റെ ഇച്ഛ മുഴുവൻ പാപത്തിനെതിരായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വായിച്ച ആ ഭാഗമാണ്. 25-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യത്തിൽ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ദൈവം നമ്മളെ കാണുന്ന പാപമൊന്നും ചെയ്യാത്ത ഒരാളായിട്ടാണ് നമ്മളെ നോക്കിക്കാണുന്നത്. നമ്മുടെ പാപങ്ങളെയൊന്നും കർത്താവ് കണക്കിടുന്നില്ല, ഓർക്കുന്നില്ല. അത് സമുദ്രത്തിന്റെ ആഴത്തില് ഇട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് 2-ാം ഭാഗത്ത് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അപ്പൊ നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിലെ അഗ്നിസർപ്പങ്ങളെ അയച്ചപ്പം മോശ ഒരു ഇതിനെ ഉണ്ടാക്കി, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അവിടെ നാട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പാമ്പിന്റെ കടി കൊള്ളുന്ന ആരെങ്കിലും ഇതിനെ നോക്കുകയാണെങ്കിൽ അവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കും. അത് ബുദ്ധിക്ക് എതിരാതെ. ദൈവിക പ്രമാണം എപ്പോഴും വിശ്വാസത്തിന്റെ തലത്തിലുള്ളതാണ്. അപ്പൊ അവനത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പാമ്പിന്റെ കടി കണ്ട ഒരാള് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ അവൻ മരിക്കത്തില്ല, അവൻ ജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളോടുള്ള ബന്ധത്തിൽ ഇവിടെ കർത്താവിനെ പിതാവ് പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാനായിട്ടാണ്. നമ്മൾ വിശ്വാസത്തോടെ നോക്കുന്നിടത്ത് ആ സർപ്പത്തിന്റെ കടി കൊണ്ടതിന്റെ അനന്തരഫലമായി നമ്മൾ വ്യാപരിക്കുന്ന വിഷം നിർജീവമായി പോകുന്നു. അതിന് നമ്മളെ മരണത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല, നമ്മൾ ജീവൻ പ്രാപിക്കും. തുടർന്ന് പറയുന്നു, ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ നീതിയാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവം തന്റെ കരുണയിൽ മുമ്പിലത്തെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകോട്ട് നോക്കി നിരാശപ്പെട്ട ആവശ്യമില്ല. നാം എത്ര വലിയ പാപം ചെയ്ത ഒരാളാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവിലേക്ക് നോക്കി വിശ്വസിക്കുന്നിടത്ത് കർത്താവ് ചെയ്യുന്നൊരു കാര്യം നമ്മളെ ശിക്ഷിക്കാതെ വിടുക എന്നുള്ള പ്രക്രിയ. കർത്താവിന്മേല് നമ്മുടെ എല്ലാം പാപത്തിന് ശിക്ഷ ഏറ്റതാണ്. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് ശിക്ഷ അവൻ തന്റെ മേലെ ഏറ്റതാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഇല്ല, നമുക്ക് മനുഷ്യരീതി പറഞ്ഞാൽ ഞാൻ വലിയൊരു കടക്കാരനാണ്, കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരു കടം ഉള്ളിടത്ത് ഒരു ധനവാനായ മനുഷ്യന്റെ കടമെല്ലാം കൊടുത്തു തീർത്തിട്ട് എന്നോട് പറയുന്നു, ഇനി നീ ഭയപ്പെടണ്ട, നിന്റെ കടമെല്ലാം ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ആർക്കാണോ ആ കടം കൊടുക്കാനുള്ള ആളെ കാണുമ്പം അതിനു മുമ്പ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുമായിരുന്നു. അല്ലെ, എൻ്റെ മുന്നോട്ട് ചെല്ലുമ്പോൾ എതിരെ വരികയാണ്, ഞാൻ ഓടി രക്ഷപ്പെടും. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക്
അയാളുടെ നേരെ ധൈര്യമായിട്ട് നടന്നു ചെല്ലാൻ പറ്റും. എനിക്ക് കുളിക്കേണ്ട ആവശ്യമില്ല, ഭയത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ? എന്റെ കടം ഒരാള് കൊടുത്ത് തീർത്തതാണ്. അപ്പൊ നമ്മളും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആന്തരികമായിട്ട് ഇങ്ങനത്തെ ഒരു ബോധ്യവും വിശ്വാസവും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുന്നിടത്താണ് നമുക്ക് സാത്താനോടുള്ള ഭയം നീങ്ങിപ്പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയപ്പെടുന്ന ഒരു ആത്മാവിലായിരിക്കും ജീവിക്കുന്നത്. കാരണം നമ്മുടെ അവിശ്വാസം അതിന്റെ കാരണം. കാരണം എല്ലാ കടമെല്ലാം കൊടുത്തു തീർക്കപ്പെട്ടതാ. ഇനി ആ കടക്കാരന് ഞാൻ ആർക്ക് കടംപെട്ടിരിക്കുന്ന അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് അയാളുടെ മുമ്പില് ധൈര്യമായിട്ട് നിൽക്കാം. നമുക്ക് അങ്ങനത്തെ ഒരു ബോധ്യമുണ്ട്. നമുക്ക് സാത്താനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം ഈ ഒരു സത്യം നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായൊരു കാര്യമാണ്. അവന് ഓടുകയോ ഒളിക്കുകയോ ആകുലപ്പെടുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല. അവൻ വളരെ ധൈര്യത്തോടായിരിക്കും നിൽക്കുന്നത്. തുടർന്ന് 26-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിയിരിക്കണം ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പാൻ തന്നെയാണ് അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുന്നൊരു പ്രക്രിയയാണത്. നമുക്കറിയാം, ദൈവം എപ്പോഴും തന്റെ മക്കളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. നമ്മളിപ്പോ എത്ര വലിയൊരു പാപം ചെയ്താലും ദൈവം ആരോടുകൂടിയാ നിൽക്കുന്നത്? ശത്രുവിനോട് കൂടിയല്ല, ദൈവം നമ്മളോടുകൂടിയാ നിൽക്കുന്നത്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, വലിയൊരു മുറിവേൽക്കുകയിൽ നശിക്കുകയില്ല ഞാൻ, തന്റെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല താൻ. നമ്മൾ വീട് ജനിച്ചതിന് ശേഷം ഇനി നമ്മളൊരു പാപത്തിൽ വീണുപോയാൽ പോലും ദൈവീക വാക്തത്വം എന്താ? നമ്മളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല, എബ്രാഹിം നമ്മളെന്താ വായിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മുടെ ദേഹികളുടെ വീണ്ടെടുപ്പ്. അതിനു വേണ്ടിയിട്ടാണ് പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്തില്ലെന്നും പറഞ്ഞല്ല വാദിക്കുന്നത്. പാപം ചെയ്തു, പക്ഷേ എന്റെ രക്തം ഞാൻ ചിന്തിയത് അവന്റെ ആ പാപത്തിന്റെയും കൂടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പിതാവേ എന്നുള്ളതാണ്. സക്രിയാപുരത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. സാത്താൻ കുറ്റം ചുമത്താൻ നിൽക്കുമ്പം കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ തീന്ന് വലിച്ചിട്ട് കൊണ്ട് കൊള്ളിയ എന്ന് പറഞ്ഞ അർത്ഥം അവൻ മുഷിഞ്ഞ വസ്ത്രം യോശു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നെന്നുള്ളതാണ്. അതിന് കർത്താവ് പറയുന്ന മറുപടി, സാത്താനെ യഹോവ നിന്നിൽ സ്പർശിക്കുന്നു, അവൻ തീന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പാപഭംഗിലമായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്തതാണ്. അപ്പൊ നമ്മളുടെ മേൽ എന്തുണ്ട്? പാപത്തിന്റെ കറകളുണ്ട്. നമ്മൾ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടാലും ഇനിയും നമ്മളില് പാപമുണ്ട്. അത് സത്യമാണ്. നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. യോഹന്നാൻ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മൾ ഇല്ലാതെയായി. അപ്പൊ നമുക്ക് പാപം ഉണ്ടെന്നുള്ള കാര്യമാണ് സത്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം. അപ്പൊ നമ്മൾ പാപം കാണും തോറും നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? മാനസാന്തരപ്പെടുന്നു. ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യായീകരിക്കുകയല്ല, അതുപോലെ ഞാൻ മാനസാന്തരപ്പെടുന്നു എന്നുള്ള ഒരു മനോഭാവം നമുക്കുള്ള. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അങ്ങനല്ല, നമ്മളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തീയത്തിന് മുന്നോട്ടുള്ള വഴികളിൽ നാം ഒരിക്കലും നമ്മുടെ പാപത്തെ ന്യായീകരിക്കത്തില്ല. നമ്മൾ എപ്പോഴും കണ്ണും കാതും തുറന്നിരിക്കുന്നത് നമ്മളിലുള്ള പാപത്തെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാനും മാനസാന്തരപ്പെടാനുമായിട്ടായിരിക്കും. നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു ഡിഫെൻസീവ് സ്പിരിറ്റ് നിൽക്കാറുണ്ട്, ന്യായീകരണത്തിന്റെ ആത്മാവ്. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളതിനെ അംഗീകരിക്കുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും ശുദ്ധീകരണത്തിനായിട്ട് കർത്താവിന്റെ അടുക്കല് ചെല്ലുകയും ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ പ്രശംസ എവിടെയത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അപ്പൊ നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? അത് പോയി എന്നാ പറയാൻ. വിശ്വാസ മാർഗത്തിൽ നമ്മൾ നടക്കുന്നിടത്ത് നമ്മളിൽ ആരല്ല പ്രശംസിക്കുന്നു? 1 കൊരിന്ത്യർ വായിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെയുള്ള എല്ലാ പ്രശംസയും പോകും. നമ്മളെ തന്നെ പുകഴ്ത്തുന്ന ആ മനോഭാവത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. കാരണം ദൈവം സൗജന്യമായിട്ട് നമ്മളെ നീതീകരിക്കുന്നു. അത് മാത്രമല്ല, സൗജന്യമായിട്ടാണ് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുന്നത്.
20:24 നമ്മളിങ്ങനെ വായിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ആരായി സൂക്ഷിക്കുന്നേ? ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. തന്റെ ബഹുമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവന്. അപ്പൊ ദൈവം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നടത്ത് ദൈവം എന്നെ തന്റെ കരങ്ങളിൽ വഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വായിക്കുന്ന, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി വിശ്വാസത്താലാണ് നടക്കുന്നത്, കാഴ്ചയാലോ ഫീലിങ്ങിനാലോ അല്ല. നമ്മൾ ക്രിസ്തുവിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണത്. നമുക്ക് പലപ്പോഴും ഫീലിംഗ് ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ചില സമയത്ത് നമുക്കറിയാം, നമ്മൾ വൈകാരികമായിട്ട് ഉണർത്തപ്പെട്ട് ഒക്കെ പോകുമ്പം നമ്മുടെ ചിന്ത എന്താ? ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്, ഇപ്പം ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവവൈതലാണ്. ചില സമയത്ത് ആ തോന്നലുകൾ അല്ലെ ആ വൈകാരിക അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളെ വല്ലാണ്ടങ്ങ് തണുത്തു പോകും. നമ്മുടെ ചിന്തകളിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പതറിപ്പോകും. അന്നേരം സാത്താൻ നമ്മളെ പാപത്തിലേക്ക് വീണ്ടും വീഴിക്കുന്നത്. പക്ഷെ നമ്മള് ഈ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസാലാണ്, ഫീലിംഗിൽ ആശ്രയിക്കുന്നില്ല. കാരണം ഫീലിംഗ് ദൈഹിക തലത്തിലുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ആത്മാവിലാണ് നടക്കുന്നത്. ആത്മാവ് എപ്പോഴും വിശ്വാസത്താലാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടാലും കണ്ടില്ലേലും എനിക്ക് തോന്നിയാലും തോന്നിയില്ലേലും സത്യമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ വീണ്ടെടുത്തു, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, എന്നെ തന്റെ പ്രിയ പൈതലാക്കി തീർത്തു, ദൈവം എന്നിൽ സന്തോഷിക്കുന്നു, എന്നിൽ പ്രമോദിക്കുന്നു. ഇതെല്ലാം ആ സത്യങ്ങൾ. എനിക്കത് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ഞാൻ ആ തോന്നലുകളുടെ പിന്നാലെ പോയാൽ ശത്രു എന്നെ വീഴ്ച കളയാനായിട്ട് കഴിയും. ഞാൻ എപ്പോഴും വിശ്വാസത്താലാണ് നടക്കുന്നത്. വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ള വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറയുന്നത്, ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വചനത്തിൽ വിശ്വസിക്കുകയും വചനം അനുസരിക്കുകയും വചനത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മളിൽ തന്നെയുള്ള ഒരു ആശ്രയമില്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചർച്ചകളിലുള്ള കൊച്ചു സഹോദരന്മാരുള്ള ബന്ധത്തിൽ ഞാനത് കാണാറുണ്ട്. അവർ ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് ഡിപ്രസ്ഡായി പോകും. കാരണം അവർ പറയുന്നത് ഇപ്പൊ ആ സന്തോഷമൊന്നും തോന്നുന്നില്ല. നേരത്തെ ഭയങ്കര സന്തോഷമായിരുന്നു, ഇപ്പൊ ആ സന്തോഷം തോന്നുന്നില്ല. അത് ശരിക്കും നമ്മുടെ ദേഹിയിൽ നിന്ന് വന്നൊരു കാര്യമാണ് സന്തോഷം. ആത്മാവിന്റെ ഉള്ള ബന്ധത്തിൽ ആത്മാവിലുള്ള സന്തോഷം നിത്യമായ സന്തോഷമാണ്. ആത്മാവിന്റെ ഫലം നമുക്കറിയാം, സ്നേഹം, സന്തോഷം. അത് വന്നും പോയിരിക്കുന്ന ഒരു കാര്യമല്ല, അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, അത് അവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വാസാൽ അറിയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എബ്രായത്തിൽ പറയുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിന്റെ വചനത്തിലുമാണ്. അപ്പൊ ദൈവം സന്തോഷിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നിയാലും തോന്നിയില്ലേലും അനുഭവിച്ചാലും ഇല്ലേലും ദൈവവചനം ഞാൻ അതുപോലെ വിശ്വസിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. പക്ഷെ സാത്താൻ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട്, സാത്താൻ അതിന്റെ മേൽ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ ആ ഇതങ്ങെടുത്ത് കളയും. ആ സന്തോഷവും ആ വൈകാരിക ഫീലിംഗ് ഒക്കെ ഇങ്ങ് പോയിട്ട് നമ്മൾ തണുത്തു പോകും. അപ്പൊ നമുക്കൊരു തോന്നൽ കൊണ്ടുവരും, ദൈവം എന്നെ കൈവിട്ട പോലൊരു തോന്നല്. അപ്പം കർത്താവ് എനിക്ക് സന്തോഷിക്കുന്നില്ല, കർത്താവ് എനിക്ക് എതിരായിട്ട് നിൽക്കുന്നു, ഇങ്ങനെയുള്ളൊരു തോന്നല്. ഞാൻ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് ഈ സഹോദരന്മാരൊക്കെ ചില സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പം ഈ സഹോദരിമാര് മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്നോട് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖഭാവത്തിലൊക്കെ ഒരു മാറ്റം കാണാം. അത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്ത എന്നോട് നിങ്ങൾക്കുള്ള സ്നേഹബന്ധത്തിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയൊന്നും കാണത്തില്ല, സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ അന്നേരത്തെ ആ സമ്മർദ്ദത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുഖത്ത് ആ സമ്മർദ്ദത്തിന്റെ ഒരു തിരമാല ഇങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് അവര് ചിന്തിക്കുന്നത് എന്നോടുള്ള പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞ പോലെയാ പലപ്പോഴും. നമ്മള് ദൈവിക വഴിയിൽ നടക്കുമ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഫീലിങ്ങിനെ, ഈ വികാരങ്ങളെ അതിജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വരണമെന്നുള്ളതാണ്. വികാരങ്ങൾ നമ്മുടെ മുമ്പിലല്ല നടക്കേണ്ടേ, നമ്മുടെ പിമ്പിലാണ് നടക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ നടക്കേണ്ടത് സത്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ അതിനകത്ത് വികാരങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല.
ഇപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രത്യേകത യാക്കോബ് പറഞ്ഞ ഒരു വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളല്ല. ഇടയ്ക്ക് നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ക്രുദ്ധിച്ച് നോക്കുന്നു. ദൈവം അങ്ങനല്ല. ദൈവം എപ്പോഴും നമ്മളോടുള്ള ബന്ധത്തിൽ ഒരേ മനോഭാവത്തോടെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫീലിങ്ങിൽ ആശ്രയിക്കുമ്പോൾ സാത്താൻ നമുക്ക് തോന്നിക്കും ഇനി നമ്മളൊരു പാപത്തിൽ വീണ് പോയെന്ന് വിചാരിക്കുക, ദൈവത്തിന്റെ മനോഭാവം നമ്മളോട് ക്രുദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പാപം ചെയ്താൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഏറ്റു പറയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴാണ് അത് ഏറ്റു പറയുന്നതാണ്, സ്നേഹത്തോടെ. അപ്പൊ നമ്മൾക്ക് വരുന്ന ചിന്ത എന്താ? ഇപ്പം ദൈവം വളരെ കോപത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും കേൾക്കത്തില്ല. ഈ ചിന്തകളെല്ലാം കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള സാത്താന്റെ ലക്ഷ്യം നമ്മളെ വീണ്ടും കൂടുതൽ പാപത്തിലേക്ക് തള്ളിയിട്ട് മുക്കിക്കളയുക എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അത് അറിയാം. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ കൂടുതൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. കോപിക്കാനും പൊട്ടിത്തെറിക്കാനും കുറ്റപ്പെടുത്താനും പരാതി പറയാനും അങ്ങനെ നമ്മളെ മടങ്ങി വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടു, ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു, മക്കൾ അവകാശികളാക്കി തീർത്തു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചു. നമ്മൾ ഇടയ്ക്കൊന്ന് വീഴുന്ന ഉടനെ അതെല്ലാം ഒഴിവാക്കുന്ന ഒരാളല്ല ദൈവം. മനുഷ്യനെങ്ങനെ അല്ലേ? സ്നേഹത്തോടെ പലതും കൊടുക്കും. പിള്ളേരൊക്കെ തമ്മിൽ കാണാനല്ല, ഭയങ്കര കൂട്ടുകാരയച്ച് അവരുടെ ചെറുപ്പകാലത്ത് ഇരിക്കുമ്പോൾ പലതും സമ്മാനമായിട്ട് കൊടുക്കും. പിണങ്ങുന്നുണ്ട്, പറഞ്ഞ് ഇല്ലെങ്കിൽ തരാൻ പറയും. ഞാൻ തന്നതല്ല ഇങ്ങനെ തന്നേക്കാം. ദൈവം ഒരിക്കലും അങ്ങനെ അല്ല. അതുകൊണ്ടാണ് സാത്താൻ തെറ്റിപ്പോയിട്ട് പോലും സാത്താൻ ദൈവം കൊടുത്ത കഴിവുകളൊന്നും എടുത്തു മാറ്റാത്തത്. അപ്പൊ തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം അതിനേക്കാൾ കാരുണ്യവാനും ക്ഷമയുള്ളവനുമാണ്. അപ്പൊ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു തെറ്റുപറ്റി നമ്മൾ പാപം ചെയ്തു എങ്കിൽ മടങ്ങി വരാനായിട്ടാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം മുടിയപുത്രന്റെ ഭൂമിയിലെ പിതാവ് എങ്ങനെയാ കാത്തിരുന്നേ? ഉള്ളതെല്ലാം മേടിച്ചുകൊണ്ട് നശിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുന്ന മോനെ ദൂരത്ത് നിന്ന് കണ്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെങ്കിലും എൻ്റെ മകൻ മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ദൂരത്തോട്ട് കണ്ണു നട്ടിരിക്കുക. അതുകൊണ്ട് അകലേന്ന് കാണാൻ പറ്റി. കണ്ടപ്പം പിതാവ് ഇങ്ങനല്ല ചിന്തിച്ചു, ഇങ്ങ് വരട്ടെന്നല്ല ചിന്തിച്ച, പിന്നെ ഇത് അങ്ങോട്ട് ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പൊ നമ്മളെപ്പോഴും ഈ പിതാവിന്റെ ഹൃദയത്തെ മനസ്സിലാക്കണം. സാത്താൻ പലപ്പോഴും നമുക്ക് പിതാവിനോടുള്ള ബന്ധത്തിൽ തെറ്റിദ്ധാരണജനകമായ പല കാഴ്ചപ്പാടുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും വടിയൊക്കെ ആയിട്ട് വന്ന് ഇനി അടിച്ച് ശരിയാക്കിയിട്ടൊക്കെ ഞാൻ ശരിയാവത്തോളം എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനല്ല ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എഫേസ്യർ 1:18 പറഞ്ഞിരിക്കുന്നത് അവന്റെ അവകാശത്തിന്റെ മഹിമാതനം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം എന്ന് പറഞ്ഞ ദൈവികവിളിലെ പദപ്രയോഗം വളരെ മനോഹരമാണ്. നമ്മെ ലഭിക്കുക വഴി ദൈവം എങ്ങനെ സമ്പന്നനായി തീർന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പൊ ദൈവം ശരിക്കും തന്റെ രക്തത്താൽ ഉള്ള നീതീകരണം വിശ്വസിച്ച് ദൈവത്തിനടുക്ക് വരുന്ന ഒരാളെ കുറിച്ച് കർത്താവ് വളരെ സന്തോഷവാനാണ്. ദൈവം നമ്മളിത് പെർഫെക്ഷൻ അല്ല പ്രതീക്ഷിക്കുന്നത്, പരമാർത്ഥതയാണ്. ആ പെർഫെക്ഷനിലേക്കുള്ളൊരു യാത്രയില്ല, നമ്മൾ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരമാർത്ഥതയാണ് ദൈവം നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനുഷികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിച്ചാൽ അറിയാം. അവർ തെറ്റ് ചെയ്തു, നമ്മൾ 2 അടിയൊക്കെ കൊടുത്തു, പിന്നെ അവരെ കുറിച്ച് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? എപ്പോഴും നമ്മുടെ മുഖം കാണുന്നതുകൊണ്ട് ഒളിച്ചും പാത്തും ഇല്ലേ നടക്കുകയും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷമാണോ ഭാരമാണോ വരുന്നത്? ഭാരം വരുന്നത്. നമുക്കങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. അവർ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു. പക്ഷെ അതിനുശേഷം അവർ ആ ഒരു കുറ്റാരോപണത്തിന്റെ ആത്മാവിൽ നിരാശരായി ഭയപ്പെട്ട് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മക്കളെന്നുള്ള നിലയിൽ അതുകൊണ്ട് എബ്രായലേഖനം 12 പറയുന്നത്, താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്ന കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഈ തല്ല് കിട്ടി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ, ഞാൻ പല പിള്ളേരെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ചിലരെ നമ്മൾ തല്ലാൻ തുടങ്ങുമ്പോഴേ ഒരു പിടിയൊക്കെ ഒഴിച്ച് ഓടി രക്ഷപ്പെടും. വേറെ ചില പിള്ളേരുണ്ട്, അടി കിട്ടുന്നവരും നമ്മുടെ മുറുകെ പിടിക്കുന്ന പിള്ളേരുണ്ട്, കെട്ടിപ്പിടിക്കും വട്ടം. നമുക്ക് അവരെ അത് അടിക്കാൻ പറ്റത്തില്ല. പിന്നെ കാരണം അവർ നമ്മളോട് കൂടുതൽ അടി കിട്ടുന്നവരും പറ്റിച്ചേരുക ചെയ്യും. മറ്റു ചിലർ അങ്ങനല്ല, അടിയും കൊണ്ടിട്ട് ഓടി പിന്നെ നമ്മുടെ അടുത്തൊന്നും വരാതെ അകന്നകന്നകന്ന് നടക്കും. 2 മനോഭാവത്തെ കുറിക്കുന്നതാണ്. നമ്മൾ ഏത് മനോഭാവത്തിലായിരിക്കും? ഇപ്പൊ കർത്താവ് നമ്മളെ സൗജന്യമായിട്ട് നീതീകരിച്ച് വീണ്ടെടുത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹിച്ച് സകലത്തിനും അവകാശിയാക്കി നമ്മളെ തീർത്ത്
കർത്താവിന്റെ ഹൃദയം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കർത്താവിനെ പോലെ തന്നെ ആയിത്തീരണം എന്നുള്ള കർത്താവിന്റെ ആഗ്രഹം. അത് കുറഞ്ഞ ഒന്നിലും കർത്താവ് തൃപ്തരല്ല. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിലും തന്റെ വചനത്തിലൂടെയും തന്റെ സഭയിലൂടെയും നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ വിശ്വാസത്താലേ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തുള്ളൂ. കർത്താവ് ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസത്താൽ. ഇപ്പൊ നമ്മളെ എഫേസ്യരിൽ വായിക്കുന്ന അവൻ നമ്മളെ ക്രിസ്തുവിനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതാ കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മുടെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ ഒരു പരാജയം വരുന്നതാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോരും. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും പോയിരിക്കാൻ നോക്കും. പക്ഷെ അങ്ങനത്തെ ഒരു മനോഭാവമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മളെ അവിടെ ഇരുത്തിയെങ്കിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത് തന്നെ എന്റെ അർത്ഥം. അവിടെ നമുക്ക് വീഴ്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോഷത്വങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ക്ഷമിക്കുകയും അതാ നമ്മളിങ്ങനെ വായിക്കുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചെങ്കിൽ നാം മക്കളായി തീർന്ന ശേഷം എത്ര അധികമായിട്ട് അവന്റെ ജീവനാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. തുടർന്ന് നമ്മൾ റോമലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ തുടർന്ന് ആ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് 5-ാം അധ്യായത്തില് 5-ാം അധ്യായത്തിലല്ല 5-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മളോട് ക്ഷമിച്ച് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തോട് നിരപ്പിച്ചെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്കറിയാം ദൈവകോപം ആരുടെ മേലെ വരുന്നേ? അനുസരണം കെട്ടവരുടെ മേല. ഈ വക നിമിത്തമല്ലോ കൊലോസിലെ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേലെ വരുന്നേ. അപ്പൊ അനുസരണക്കേട് നമ്മളെ രക്ഷിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം അവന്റെ ജീവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് അധികമായി രക്ഷിക്കപ്പെടും. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അടിക്കുന്നതോറും നമ്മൾ പിതാവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു മകനെ പോലെ ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടിയുടെ ഉദ്ദേശം എന്താന്ന് ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് വിശ്വാസം നമ്മൾ കണ്ടെത്തണം. നമ്മൾ അടി കിട്ടുന്നതോറും കർത്താവിൽ നിന്ന് ഓടിപ്പോവല്ലേ ചെയ്യേണ്ടിയെ? പിന്നെ എങ്ങോട്ടാ ഓടണ്ടേ? കർത്താവിലേക്ക് ഓടിച്ചെല്ലണം, കൂടുതൽ അടുത്ത് ചെല്ലണം. ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫീലിങ്ങിലൊക്കെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് വീണു പോകും. നമ്മുടെ നീതീകരണം അതിനടിസ്ഥാനം വിശ്വാസം മാത്രമാണ്, ഒരു പ്രവൃത്തി അതിന് കാരണമല്ല. നമ്മൾ കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച ആ ഒരു സത്യം അറിയുകയും അംഗീകരിക്കുകയും വിശ്വാസം അത് കൈക്കൊള്ളുകയും ചെയ്യുന്ന വഴിയാണ് നമ്മൾ നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നത്. അവിടെ ഒരു സമാധാനം ഉണ്ടാവും നിരന്തരം. 5-ാം അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെട്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവമായിട്ട് നമുക്കൊരു സമാധാന ബന്ധമുണ്ട് എപ്പോഴും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ശത്രുവിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയും അകന്നു പോകാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്. സ്നേഹിതനെ കാണുമ്പോഴോ അടുത്ത് ചെല്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു ശാശ്വത സമാധാനമുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ഒരു സമാധാനം ഉണ്ടാകും. ഒരു നന്ദി, സമാധാനം, സന്തോഷം, സ്വസ്ഥത. അപ്പം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു ഭയവും പേടിയും ഭീതിയും അകന്നു പോകാനുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ വിശ്വാസാലല്ല നടക്കുന്നത്, നമ്മൾ പ്രവൃത്തിയിലാവുന്നുണ്ട്. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് ദൈവം നിൽക്കാനുള്ള ശ്രമത്തിലാണ്. അതൊരിക്കലും നമുക്ക് കഴിയുന്ന കാര്യമല്ല, അസാധ്യമായൊരു കാര്യമാണ്. ഒരു ജഡവും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല, വിശ്വാസത്താലാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നീതീകരിക്കപ്പെടാനും ദൈവമായുള്ള ബന്ധത്തിൽ ഒരു സമാധാനത്തിൽ ജീവിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു
സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്നുള്ള ആ ഒരു സത്യം നമുക്ക് ആ ഒരു ആന്തരിക ബോധ്യമുണ്ടോ സഹോദരന്മാർ? ഇപ്പൊ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭാര്യ ഭർത്താവിന് എന്നോട് ഇഷ്ടമാണ്, എന്നെ സ്നേഹിക്കുന്നെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ സമാധാനത്തിലായിരിക്കും ജീവിക്കുന്നത് എപ്പോഴും. പക്ഷേ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ എപ്പോഴും അസമാധാനത്തിലും അസ്വസ്ഥതയിലും ആയിരിക്കും ജീവിക്കുന്നത്. ആഴത്തിൽ ആ ചിന്തയുള്ളവർക്ക് അറിയാതെ തന്നെ അവരുടെ പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം അത് പുറത്തേക്ക് വരും നമുക്ക് കാണാൻ കഴിയും. അതേസമയം സ്നേഹത്തില് ഹൃദയം ഉറപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ സ്വസ്ഥതയിലും സമാധാനത്തിലും ആയിരിക്കും ജീവിക്കുന്നത്. നമുക്കും അത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ദൈവമായിട്ടൊരു സമാധാനത്തിലാണോ ജീവിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ശോധന. അതില്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് തന്നെ ചെല്ലാം. അവിടെ നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് കർത്താവിന്റെ അടുക്കൽ ഞാൻ തുറന്നു പറയാം, കർത്താവേ, എനിക്ക് നിന്നോടുള്ള ബന്ധത്തിലൊരു ധൈര്യമില്ല, ഭയമുണ്ട്, സംശയമുണ്ട്, നീ എന്നെ യഥാർത്ഥത്തിൽ കൈക്കൊണ്ടോന്നുള്ള ഒരു ആകുലതയുണ്ട്. നമുക്ക് കർത്താവിനോട് തുറന്നു പറയാം. അവിടെ കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. കർത്താവ് ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ വചനത്തിലൂടെ അത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളെ കൂടുതൽ ധൈര്യവാന്മാരാക്കി തീർക്കുന്നത്. അവിടെ സഹോദരന്മാരെ, നമ്മൾക്ക് ഇന്ന് രാത്രികാലം നമുക്ക് ഈ ദൈവജനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ കണ്ടിട്ട് നമുക്ക് എങ്ങോട്ട് പോകാനില്ല, നമുക്ക് പോകാനുള്ള ഒരു ഇടവേ ഉള്ളൂ. പത്രോസ് പറഞ്ഞ പോലെ നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകും. കർത്താവിന്റെ അടുക്കിലേക്ക് തന്നെ ചെല്ലാം. നമ്മളെ സഹായിക്കുന്ന മറ്റാരുമില്ല. നമുക്ക് കർത്താവിന് ചെന്ന് നമ്മുടെ ഹൃദയം തുറന്ന് ഉള്ള നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളും സംശയങ്ങളും തുറന്നു പറയുന്നിടത്ത് ആ കർത്താവിന്റെ മഹത്വമായ ആശ്വാസം നമ്മളിലേക്ക് കടന്നു വരും നമുക്ക് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. ആ നിലയിൽ നമുക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിന്ന് കർത്താവിനെ പിൻപറ്റാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവേ, നന്ദിയോടെ അടികളൊക്കെ സ്തുതിക്കുന്നു. അടികളുടെ ബുദ്ധിക്ക് അവിടുത്തെ വചനത്തിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ലെങ്കിലും വിശ്വാസത്താൽ കർത്താവേ അടികള് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഒരു കുഞ്ഞ് അതിന്റെ അപ്പന്റെ മുഖത്തേക്ക്, കണ്ണിലേക്ക് നിഷ്കളങ്കയോടെ നോക്കുന്ന പോലെ ഈ രാത്രി അടികൾ അവിടുത്തെ കണ്ണിലേക്ക് നോക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്തെ കൂടുതൽ അനുഭവിപ്പാൻ അടികളെ സഹായിക്കണം. അവിടുത്തെ ദയയും ആർദ്രതയും അടികൾക്കുള്ള വിചാരങ്ങളും എല്ലാം ഗ്രഹിച്ച് കർത്താവെ വിശ്വാസത്താൽ അങ്ങേ മുറുകെ പിടിച്ച് അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും നിരന്തരമായിട്ട് അനുഭവിച്ച് അങ്ങുമായിട്ടൊരു സ്നേഹബന്ധത്തിൽ നിലനിൽപ്പാൻ അടികളെ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവ്.